മുക്തമായി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുപ്രഖ്യാപനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ. ചടങ്ങിൽ നടൻ മമ്മൂട്ടി വിശിഷ്ടാതിഥി. ഇത് നവകേരളത്തിലേക്കുള്ള ചവിട്ടുപടിയെന്ന് മുഖ്യമന്ത്രി. നേട്ടം കൈവരിച്ചത് നാടിന്റെ സഹകരണത്തോടെ. പ്രഖ്യാപനം തട്ടിപ്പല്ല, യാഥാർത്ഥ്യമെന്നും മുഖ്യമന്ത്രി. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തെ അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിച്ചു. നടപ്പാക്കുന്നത് എന്താണോ അതേ പറയൂ എന്ന് മുഖ്യമന്ത്രി. സഭാ നടപടികൾ ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിന് വിമർശനം. ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുള്ളൂ. എന്തിനാണ് പ്രതിപക്ഷം ഇതിനെ ഭയപ്പെടുന്നതെന്നാണ് ഒരു തരത്തിലും മനസ്സിലാകാത്തത്. ആ കാര്യം കേരളമാകെ അറിയാം, കേരളത്തിന് പുറത്തും അറിയാം. പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്നും വി.ഡി. സതീശൻ. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. സമരപ്രതിജ്ഞാ റാലിയോടെ രാപ്പകൽ സമരം അവസാനിപ്പിച്ച ആശാവർക്കർമാർ. ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ്. UDF അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭയിൽ ആശമാരുടെ ആവശ്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും വി.ഡി. സതീശൻ. UDF സർക്കാർ 26-ൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ അത് കഴിഞ്ഞ് വേറെ ഏത് കാര്യങ്ങളും നോക്കുള്ളൂ UDF. സമരവേദിയിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയിൽ നടപടി. ഫീസ് കുറയ്ക്കാൻ കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ബിരുദ കോഴ്സുകൾക്ക് 50%, ബിരുദാനന്തര ബിരുദത്തിൽ 40% കുറച്ചേക്കും. അന്തിമ തീരുമാനം നാളെ ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ റിമാൻഡ് ചെയ്തത് പത്തനംതിട്ട റാന്നി കോടതി. സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന രേഖയുണ്ടാക്കാൻ സുധീഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. സ്വർണം കവരാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരമൊരുക്കിയത് സുധീഷ് എന്നും റിപ്പോർട്ടിൽ. സുധീഷിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. കോഴിക്കോട് കക്കോടിയിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണ് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഒഡീഷ സ്വദേശി. അപകടം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ. ആന്ധ്രയിലെ ശ്രീകാകുളത്ത് വെങ്കടേശ്വര ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 10 പേർക്ക് ദാരുണാന്ത്യം. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത. അപകടത്തിൽപ്പെട്ടത് ഏകാദശി ഉത്സവത്തിനെത്തിയ ഭക്തർ. ദുഃഖം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. ദുരിതത്തിൽ നിന്ന് കരകയറാനാകാതെ ചികിത്സാ പിഴവ് മൂലം കൈമുറിച്ച് മാറ്റേണ്ടി വന്ന 9-കാരി. സർക്കാരിൽ നിന്നും ഒരു സഹായമോ നീതിയോ ലഭിച്ചില്ലെന്നും കുടുംബം. മകളുടെ പഠനം പോലും മുടങ്ങിയെന്നും കുടുംബം കേരള വിഷൻ ന്യൂസിനോട്. അവൾക്ക് ഇപ്പോഴും കൈ കാണാൻ പറ്റുന്നില്ല. കൈ പഴിച്ച് മാറ്റണ്ടെന്ന് പറഞ്ഞ ഒരു ഭയങ്കര കരച്ചിലാണ്. ഡോക്ടർമാരാകട്ടെ നേഴ്സുമാരാകട്ടെ ഒരാളെ അവൾ കാണാൻ പറ്റില്ല. കവി KG ശങ്കരപ്പിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം. അംഗീകാരം മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ച്. ആധുനിക മലയാള കവിതയുടെ മുഖമാണ് ശങ്കരപിള്ളയെന്ന് പുരസ്കാരം പ്രഖ്യാപിച്ച് മന്ത്രി സജി ചെറിയാൻ. വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ നാളെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. ആദ്യ കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങും. മത്സരം വൈകിട്ട് 3 മണിക്ക് നവി മുംബൈയിൽ.